നമസ്കാരം. ദീപക് ഗോപി പ്രസൻസിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിന്റെ ക്യാമ്പസിൽ. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് 1972 നവംബർ 24 പുറത്തിറങ്ങിയ സ്വയംവരം എന്ന ചിത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ സ്വയംവരത്തിൻ്റെ 50ാം വാർഷികം സമാപന സമ്മേളനം ബിഷപ്പ് മൂർ കോളേജിൽ വെച്ച് നടക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. സ്വയംവരം എന്ന സിനിമ കേരള ചലച്ചിത്ര ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. കേരളത്തിലെ സിനിമകളെ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ബിഷപ്പ് മൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഈ ചലച്ചിത്രം യുവജനങ്ങൾ പരിചയപ്പെടുകയും തീർച്ചയായിട്ടും കേരള ചലച്ചിത്ര ചരിത്രത്തിലെ ഈ ഒരു സംഭവം ആഘോഷിക്കപ്പെടേണ്ടതും ഇന്നത്തെ യുവതലമുറ ഈ സിനിമാ ചരിത്രത്തെ പരിചയപ്പെടേണ്ടതുമാണ്. ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് ബിഷപ്പ് മൂർ കോളേജിലെ മലയാള വിഭാഗവും ഓണാട്ടുകര സാഹിതി എന്ന ഈ പ്രദേശത്തെ സാഹിത്യകാരന്മാരുടെയും സാഹിത്യ ആസ്വാദകരുടെയും സംഘടനയുമായി ചേർന്നാണ്. ഇന്നത്തെ ചടങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരം എന്ന ചിത്രത്തിന്റെ പ്രദർശനവും അതിനെ തുടർന്ന് സ്വയംവരം എന്ന ചിത്രത്തെ ആധാരമാക്കി മധു റവങ്കര സാർ സംവിധാനം ചെയ്ത ദ ജേർണി സ്വയംവരം അറ്റ് 50 എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവുമാണ്. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച സിനിമയാണ് സ്വയംവരം. അപ്പോൾ അതുവരെ നമ്മൾ പിന്തുടർന്നു കൊണ്ടിരുന്ന സിനിമാ സങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതി ഒരു പുതിയ സിനിമാ ശൈലി, അതായത് നവതരംഗം എന്ന് പറയും. മലയാളത്തിലെ നവതരംഗ സിനിമ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സിനിമയാണ് സ്വയംവരം. അപ്പോൾ സ്വയംവരത്തോടുകൂടി മലയാള സിനിമയുടെ ഭാവം മാറും, അതിൻ്റെ രൂപം മാറും, അതിൻ്റെ മാധ്യമത്തോടുള്ള ചലച്ചിത്ര മാധ്യമത്തോടുള്ള സമീപനം മാറും. അപ്പോൾ അതുവരെയും പിന്നെയും നമുക്കറിയാം, നമ്മുടെ മുഖ്യധാരാ സിനിമകളൊക്കെ സംഭാഷണങ്ങളിലായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്. ഇത് ഫ്രെയിമുകളിലാണ്. ഒരുപക്ഷെ ഈ ഫിലിം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നീണ്ട ഒരു ബസ് യാത്രയാണ്. ആ ബസ് യാത്ര പലതിനെയും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ഇപ്പോഴും ഈ സിനിമ കാണുക ഫ്രഷ് മൈൻഡോടുകൂടി. ആരും കണ്ടിട്ടില്ലല്ലോ സ്വയംവരം, അപ്പം തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ് സ്വയംവരം. സ്വയംവരം അതുപോലെ തന്നെ ആദ്യകാലത്ത് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ സ്വയംവരത്തിൽ അഭിനയിക്കാനായിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത മുഖം ഒരു പെൺകുട്ടിയും അതുപോലെ ഒരു പയ്യനും ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടാണ്. ഒരു വർഷത്തിലധികം ഞാൻ പല രീതിയിൽ കോളേജുകളിൽ അവിടെ ഇവിടെയൊക്കെ എൻ്റെ സ്നേഹിതരും എൻ്റെ സഹോദരനും ഒക്കെ ജോലി ചെയ്യുന്ന കോളേജുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ ട്രൈ ചെയ്തു. പ്രിൻസിപ്പൽമാർ മുഖാന്തരം തന്നെ ചിലതൊക്കെ ശ്രമിച്ചു വെച്ചു. പക്ഷെ ആർക്കും അന്നത്തെ കാലം 52 വർഷം മുമ്പാണ്. അന്ന് ഈ പെൺകുട്ടികളൊന്നും സിനിമയിലൊന്നും അഭിനയിക്കാൻ മലയാളികളൊന്നും വരികയില്ല. അപ്പോൾ പ്രത്യേകിച്ച് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അത് തീരെയും വരത്തില്ല. അങ്ങനെ ആ പാഠം ഞാൻ പഠിക്കാനായിട്ട് ഇത്തിരി സമയമെടുത്തു. പിന്നെ അവസാനം എന്നാൽ പിന്നെ കോംപ്രമൈസ് ചെയ്യാം ഇക്കാര്യത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് മദ്രാസിൽ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ മദ്രാസിലുണ്ട്. അയാളെ വിളിച്ച് പറഞ്ഞു, ശാരദയെ ബന്ധപ്പെടാൻ പറഞ്ഞു. മറ്റ കയ്യാതെ ശാരദയ്ക്ക് ഓർഡർ തന്നെ അവർ സമ്മതിച്ചു, വരെ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു എമൗണ്ട് ചോദിച്ചു, അത് കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്വയംവരം. അതും പിന്നെ ഈ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണെന്ന് ഞാൻ തന്നെ എഴുതിയത്. പിന്നെ വേറെ ആർക്കിടക്ക് പോയില്ല. ആ സ്ക്രിപ്റ്റിൻ്റെ പേരിൽ അവർ സാങ്ഷൻ ചെയ്ത് 2.5 ലക്ഷം രൂപ ആയിരുന്നു ആ പടത്തിൻ്റെ ബഡ്ജറ്റ് മൊത്തം. അതിൽ 1.5 ലക്ഷം രൂപ കടമായിട്ട് തരും, 18% ഇൻട്രസ്റ്റ്. ബാക്കി 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡോക്യുമെൻ്ററിയൊക്കെ എടുത്തില്ല. അതിങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാതെ കോർപ്പറേഷൻ മാറ്റി വെച്ചിരുന്ന പൈസ. അങ്ങനെയാണ് ആ പടം ചെയ്യാനിടയായത്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ സ്വയംവരത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററിയാണ്. അത് എങ്ങനെ സ്വയംവരം ഉണ്ടായി, സ്വയംവരം നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അന്നത്തെ ആസ്വാദക വൃന്ദം സ്വയംവരത്തെ എങ്ങനെ സ്വീകരിച്ചു, അവാർഡ് ജൂറികൾ സ്വയംവരത്തെ എങ്ങനെ സ്വീകരിച്ചു, അത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള അവാർഡ് ജൂറികൾ. അപ്പോൾ അങ്ങനെ സ്വയംവരത്തിൻ്റെ കഥ അത് പ്രധാനമായിട്ടും ഫിലിം മേക്കർ തന്നെയാണ് പറയുന്നത്. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ സ്വയംവരത്തിൻ്റെ 50ാം വർഷത്തിൽ മലയാളത്തിലുണ്ടായ സ്വയംവരത്തെക്കുറിച്ച് അതിൻ്റെ കഥ പറയുന്ന സിനിമയാണ് രണ്ടാമത്തെ.
അത് ഡോക്യുമെൻ്ററിയാണ്. ശ്രീ മധു ഇറവങ്കര സാറിനെ കുറിച്ച് പറഞ്ഞാൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്, സിനിമാ നിരൂപകനാണ്, ഗ്രന്ഥകാരനാണ്, ഫിലിം അക്കാഡമീഷ്യനാണ്. ഈ ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ മധു സാർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്ന ചലച്ചിത്ര സങ്കല്പങ്ങളും ചലച്ചിത്ര രൂപങ്ങളും ഒക്കെ പൊളിച്ച് എഴുതി പുതിയൊരു ചലച്ചിത്ര സങ്കല്പത്തിന് തുടക്കമിടുകയായിരുന്നു സ്വയംവരം. ഇത് ചലച്ചിത്ര മാധ്യമത്തിൻ്റെ സാധ്യതകൾ, അതുപോലെ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ സാധ്യതകൾ, ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തി മലയാളത്തിലെ ആദ്യത്തെ ചിത്രമെന്ന് സ്വയംവരത്തെ വിശേഷിപ്പിക്കാം. അതുപോലെ നമുക്കറിയാം, ചരിത്രത്തിൽ മലയാള സിനിമയുടെ ചരിത്രം നമുക്കൊരു ഡിമാർക്കേഷൻ പോയിൻ്റാണ് സ്വയംവരം എന്നുള്ളത്. സ്വയംവരത്തിന് മുമ്പും സ്വയംവരത്തിന് പിമ്പും ആയിട്ട് മലയാള സിനിമയുടെ ചരിത്രത്തെ രണ്ടായിട്ട് തിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു ചരിത്ര സന്ധിയിൽ നിൽക്കുന്ന സ്വയംവരം അതിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുകയാണ്. ഈ സമയത്താണ് ഈ സ്വയംവരത്തെക്കുറിച്ച് ഒരു സിനിമ ചെയ്താലെന്ന ഒരു ആശയം ഉടലെടുത്തു. വാസ്തവത്തിൽ ഒരു സിനിമയെക്കുറിച്ച് വേറൊരു സിനിമ ഉണ്ടാകുന്നത് മലയാളത്തിൻ്റെ സിനിമാ ചരിത്രത്തിലോ ഡോക്യുമെൻ്ററി ചരിത്രത്തിലോ ആദ്യമായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ സ്വയംവരത്തെ സമീപിച്ചത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മലയാളത്തിലെ എക്കാലത്തെയും പ്രമുഖനായ സംവിധായകൻ, വിശ്വ ചലച്ചിത്രകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അടൂർ ഗോപാലകൃഷ്ണന് ഞാൻ സമർപ്പിക്കുന്ന ആദരവാണ്, ട്രിബ്യൂട്ടാണ് സ്വയംവരത്തെക്കുറിച്ചുള്ള ജേർണി, സ്വയംവരമെത്തി എന്ന് പറയുന്ന സിനിമ. ഇത് ഈ സ്വയംവര യാത്രയിൽ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയാണ് പ്രധാനമായും സ്വയംവരത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത്. Then also there are long passages in the film where there is no dialogue. The film was being presented before an audience which is used to being told everything. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിനിമയെക്കുറിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എല്ലാ അർത്ഥത്തിലും ആ സിനിമ നിർമ്മിക്കുവാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ നിർമ്മാണഘട്ടം കഴിഞ്ഞ് അതിൻ്റെ വിതരണഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ, പിന്നെ ആസ്വാദകരുടെ ഒരു സ്വീകാര്യത, പിന്നെ അതിൻ്റെ അവാർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ സൗന്ദര്യശാസ്ത്രപരമായ ഒത്തിരി കാര്യങ്ങൾ ഈ സിനിമയിൽ വിശകലനം ചെയ്യുന്നുണ്ട്. Problems are attached to it, in fact, from the very conception of the idea. It has been undergoing all kinds of problems. But then there was a determination behind it. ഇന്ത്യയിലെ പ്രമുഖരായ ഗിരീഷ് കാസറവള്ളി അല്ലെങ്കിൽ എം കെ രാഘവേന്ദ്ര അതുപോലെയുള്ള പ്രമുഖരായ സിനിമ ആസ്വാദകരും നിരൂപകരും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ ഇതിൻ്റെ ഭാഗഭാക്കാകുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷം. സിനിമ വളരെ നന്നായി സ്വീകരിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ആദ്യ പ്രദർശനം നിറഞ്ഞ സദസ്സിലായിരുന്നു പ്രദർശിപ്പിച്ചതെന്നതും അതിൻ്റെ പ്രത്യേകതയാണ്. 2022 നവംബറിൽ ഈ ഒരു ഡോക്യുമെന്ററി ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചിരുന്നു. കാണാൻ അവസരം ലഭിച്ച വ്യക്തിയാണ്. ഈ ഒരു ഡോക്യുമെന്ററി കണ്ടതിലൂടെ സ്വയംവരം എന്ന ചിത്രത്തെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ഒരു ഡോക്യുമെന്ററിയുടെ നിർമ്മാണ ഘട്ടത്തിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് മധുസാറിന് നേരിടേണ്ടി വന്നതെന്ന് മധുസാർ തന്നെ പറയുന്നു. ഇൻഡിപെൻഡന്റ് ഡോക്യുമെന്ററി ഫിലിം മേക്കേഴ്സ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടിങ് ആണ്. പിന്നെ ഡോക്യുമെൻ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിയായാലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. നേരെ മറിച്ച് ഫണ്ടിങ് ഇല്ലാതെ നല്ല രീതിയിലൊരു ഡോക്യുമെൻ്ററി പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഫണ്ടിങ്ങിൻ്റെ കടമ്പ അധികം ബുദ്ധിമുട്ടില്ലാതെ കടക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന് പറയുന്ന ആ സിനിമയുടെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ കേരള ചലച്ചിത്ര അക്കാദമിയും അതുപോലെ ബേബി മാത്യു സോമതീരവും ഇതിനോട് സഹകരിക്കാൻ തയ്യാറായി. എൻ്റെ തന്നെ ബാനർ മാജിക് ലാൻറ്റേൺ, അതിൻ്റെ ബാനറിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ സഹധർമ്മിണിയാണ് അതിൻ്റെ മെയിൻ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തത്. ഒടുവിൽ പടം തീരാറായപ്പോൾ
വീണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ മകള്, അമേരിക്കയിലുള്ള മകള് ആർദ്ര മാനസി അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഫണ്ടിങ്ങിൻ്റെ ഒരു ചലഞ്ച് തീർച്ചയായും നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടി. പക്ഷേ അത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരമായതിലാകാം അത് വളരെ ഈസി ആയിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ഈ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഡോക്ടർ സജനി ഡീന മാം, ലോകപ്രസിദ്ധ ചലച്ചിത്രകാരനായ സർവശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സ്വയംവരം എന്ന സിനിമയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോട് അനുബന്ധിച്ചാണ് ഓണാട്ടുകര സാഹിതി മാവേലിക്കര ബിഷമൂർ കോളേജിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കോളേജിൻ്റെ ഒരു അഭിമാനമായി കരുതുന്നു. മലയാള ചലച്ചിത്ര ലോകത്ത് നവലോക സിനിമയുടെ ഒരു പുതുതരംഗം സൃഷ്ടിച്ച അടൂർ ഗോപാലകൃഷ്ണനോടുള്ള ആദര സൂചകമായിട്ട് ഈ പരിപാടി ഏറ്റെടുക്കാൻ സാധിച്ചത് സന്തോഷം. മലയാള വിഭാഗത്തിലെ മറ്റ് അധ്യാപകർക്ക് ഇന്ന് ഇവിടെ നടന്ന സിനിമാ പ്രദർശനത്തെ അതിനെ തുടർന്ന് നടന്ന ഡോക്യുമെന്ററി പ്രദർശനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? മലയാള സിനിമയിൽ തന്നെ നവതരംഗ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ച ഈ സിനിമ മലയാള സിനിമാ പ്രേമികൾക്ക് എന്നും അഭിമാനവും അവരുടെ പുതിയ സിനിമയുടെ അനുഭവ തലങ്ങളെയും പുതിയ ഭാവനാ ലോകങ്ങളെയും ഒക്കെ ആഖ്യാനം ചെയ്യുന്നതിൽ ഈ സിനിമ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബിഷപ്പ്മൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പുതിയ ഒരു അനുഭവം തന്നതിൽ മാവേലിക്കര ഓണാട്ടുകാര സമിതിയിലുള്ള പ്രത്യേകം നന്ദി ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഇത് കണ്ട കുട്ടികൾക്ക് എന്ത് അനുഭവമാണ് നൽകിയതെന്ന് നമുക്ക് അവരോടൊത്ത് ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആർട്ട് ഫിലിമൊക്കെ കാണാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിൻ്റെ ആ ഒരു വ്യത്യാസം, അന്നത്തെ മനുഷ്യരും ഇന്നത്തെ മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക ആകർഷിച്ചത്. നവംബർ 28, 2023 ഉച്ചയ്ക്ക് 2 മണിക്ക് ബിഷപ്പ്മൂർ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ബിഷപ്പ്മൂർ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാമും ഉദ്ഘാടനം ചെയ്തത് പ്രശസ്ത സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനുമായി. ഈ ഒരു സമാപന ചടങ്ങിന്റെ മറ്റൊരു പങ്കാളിയായ ഓണാട്ടുകര സാഹിതിയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള അക്കാഡമിക് പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയാണ് ഓണാട്ടുകരയുടെ പൈതൃകം അത് രേഖപ്പെടുത്തുക, അതേപോലെ തന്നെ അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ മധു ഇറവങ്കര, എൻ്റെ ഈ വേദി അലങ്കരിക്കുന്നത് വളരെ പ്രശസ്തരായ 3 വ്യക്തിത്വങ്ങളാണ്. ഏതാണ്ട് 60 വർഷം ഞാൻ സിനിമയുടെ കൂടെ സഞ്ചരിച്ച കാലമാണ്. അപ്പോൾ സിനിമയിൽ വലിയൊരു സിനിമയുടെ ഒരു കൂട്ടുകാരനായിട്ട് ജീവിച്ച ഒരാളാണ്. ഇപ്പോഴേ സിനിമ നമ്മുടെ റിസ്റ്റ് വാച്ചിലും സെൽഫോണിലും ഒക്കെ സിനിമ കാണുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പലരും വിചാരിക്കുന്നത് ഈ സെൽഫോണിൽ കാണുന്നതാണ് സിനിമയെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സെൽഫോണിൽ സിനിമ കാണുന്നില്ല. ഈ ഒരു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഗ്രന്ഥകാരനും ലേഖകനും കഥാകാരനും ഒക്കെയായ ശ്രീ ജോൺ സാമുവൽ മലയാള സിനിമയും സ്വയംവരവും എന്ന വിഷയത്തെ ആധാരമാക്കി ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം ഇത്രയും കാലത്തിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുള്ളത് 12 കഥാചിത്രങ്ങളാണ്. നമുക്കറിയാം ധാരാളം ഡോക്യുമെന്ററികളുമുണ്ട്. ഈ 12 കഥാചിത്രങ്ങളിൽ പലതും, പ്രത്യേകിച്ച് 3 എണ്ണത്തിന്റെ കാര്യം ഞാൻ പറയാം. ഒന്ന് സ്വയംവരം, ഒന്ന് കൊടിയേറ്റം, ഒന്ന് ഇൽപ്പത്തായി. ഈ 3 ചിത്രങ്ങൾ സത്യത്തിൽ ഓരോ ഘട്ടങ്ങളായിട്ട് സിനിമയെ വിഭജിച്ച മലയാള സിനിമാ ചരിത്രത്തെ വിഭജിച്ചിരുന്നു. സ്വയംവരത്തെ നമ്മൾ സ്വയംവരത്തിന് മുൻപും പിൻപും എന്ന് പറയാമെങ്കിൽ, കൊടിയേറ്റത്തിന് മുൻപും പിൻപും എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാള സിനിമയുടെ കാലഘട്ടത്തെ വേർതിരിക്കാം. എനിക്ക് ശ്രീ ജോൺ സാമുവൽ സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. 1972 ഇറങ്ങിയ സ്വയംവരത്തെ 2023 പ്രസക്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ 50 വർഷത്തിന് ശേഷവും ഈ സ്വയംവരത്തിന്റെ 50 വർഷത്തെ കാലയളവ് ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ മലയാള സിനിമയെ വേർതിരിച്ച് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കുകയാണെങ്കിൽ, മലയാള സിനിമയ്ക്ക് മുൻപ് ഈ സ്വയംവരത്തിന് മുൻപും സ്വയംവരത്തിന് ശേഷവുമുള്ള 2 ഘട്ടങ്ങളായി മാറ്റി നിർത്തുകയാണെങ്കിൽ, സ്വയംവരം അതിലേറ്റവും വലിയ നിർണായക ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ തരത്തിലും, അവതരണത്തിലും അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ ദൃശ്യപരമായിട്ടുള്ള സവിശേഷതകളിലുമൊക്കെ സ്വയംവരം എന്തായാലും പറയുന്നത് നമ്മളൊരു കാവൽ മാലാഖ മലയാള സിനിമയുടെ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതി. കാരണം ആ രീതിയിലാണ് സ്വയംവരത്തിൻ്റെ സൃഷ്ടി നടന്നിട്ടുള്ളത്. നേരം ഏറെ വൈകി
ആമുഖമായിട്ടൊന്നും പറയുന്നില്ല. നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ നേരിട്ട് പ്രവേശിക്കട്ടെ. എനിക്കിനി മധുസാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: മധുസാറിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡോക്യുമെൻ്ററികളുടെ ഒരു ലോകമാണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും എനിക്ക് സംതൃപ്തിദായകമാണ്. പക്ഷേ ഡോക്യുമെൻ്ററി കൊണ്ട് മാത്രം നമ്മൾ സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏറെനാളത്തെ എൻ്റെ സ്വപ്നമാണ് ഒരു ഫീച്ചർ ഫിലിം ചെയ്യുക. അപ്പോൾ അത് ഹിമാലയം 2 ഹിമാലയ യാത്രയിൽ നിന്നും വീട് കിട്ടിയ ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയ വെച്ച് ജയകുമാർ സാറും ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ടീം ഡെവലപ്പ് ചെയ്തു, ഒരു കഥ ഡെവലപ്പ് ചെയ്തു. സാറ് സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ അല്ലെങ്കിൽ ഹിന്ദിയിൽ ഈ 2 ഭാഷകളിലായി ഒരു സിനിമ ചെയ്യണമെന്ന ഒരു വലിയ ആഗ്രഹമുണ്ട്. ഈ ഒരു പരിപാടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.